2023 ജൂൺ 18 ടൈറ്റൻ എന്ന ഒരു സബ്മേഴ്സിബിൾ കാനയിലെ ന്യൂഫൗണ്ട്ലൻഡിൽ നിന്ന് പുറപ്പെട്ടതു. അതുകയാണ്ട് 5 പേര് യാത്രക്കാരായിരുന്നു. എല്ലാവരും ടൈറ്റാനിക് മുങ്ങിയ സ്ഥലത്തെ എത്തുകയെന്ന ലക്ഷ്യമായിരുന്നു. അതേ ടൈറ്റാനിക് ഒരിക്കൽ മുങ്ങില്ല എന്ന് വിളിച്ചിരുന്നു. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഐസ്ബെർഗിൽ തട്ടി അതിന്റെ ആദ്യ യാത്രയിൽ മുങ്ങിപ്പോയി. ആ ചരിത്രപരമായ മുങ്ങലിൽ ഏകദേശം 1500 പേർ ജീവൻ നഷ്ടപ്പെട്ടു. മറ്റൊരിക്കൽ 2023 ജൂൺ 18 5 പേര് ടൈറ്റൻ എന്ന സബ്മേഴ്സിബിളിൽ ഉണ്ടായിരുന്നു. അവർ ടൈറ്റാനിക്കിന്റെ അവസാന വിശ്രമസ്ഥലം തേടിയെത്തുകയായിരുന്നു. ടൈറ്റൻ രാവിലെ 8 മണിക്ക് ഡൈവ് ആരംഭിച്ചു. അതും മറ്റൊരു കപ്പലിൽ നിന്നുള്ള ബ്ലൂടൂത്ത് ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുകയായിരുന്നു. രാവിലെ പാദം 10 സബ്മേഴ്സിബിൾ ആഴമുള്ള വെള്ളത്തിൽ എത്തിയപ്പോൾ മറ്റു കപ്പലുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആദ്യത്തിലത് വലിയ പ്രശ്നമായി തീരണമെന്ന ക്രൂവൊന്നും കരുതിയില്ല. ആഴമുള്ള സമുദ്രത്തിൽ എവിടെ സൂര്യപ്രകാശം പോലും ശരിയായി എത്തില്ല. അവിടെ സിഗ്നൽ നഷ്ടപ്പെടുന്നത് സാധാരണമാണ്. അവർ കുറച്ച് കാത്തിരിക്കാനാണ് തീരുമാനിച്ചത്. പിന്നീട് ഉച്ചയ്ക്ക് 3 മണിയായി. എന്നാൽ ഇന്നും ഒന്നുമില്ല. ആ സമയത്ത് 5 യാത്രക്കാരും സുരക്ഷിതമായി മടങ്ങി വന്നിരിക്കണം. പക്ഷേ അവർ തിരിച്ചെത്തിയില്ല. ക്രൂകാർക്ക് ഏകദേശം 3 മണിക്കൂർ കൂടി കാത്തിരുന്നു. എല്ലാ സമയവും കാത്തിരിപ്പിന് ശേഷം സബ്മേഴ്സിബിളിന് ഒരു സൂചനയുമില്ലാതിരുന്നതുകൊണ്ട് ടൈറ്റന്റെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നാവിഗേഷൻ സംവിധാനങ്ങൾ ദോഷമായിരിക്കാമെന്ന് അവരുടെ മനസ്സിലായി. അതിനാൽ തന്നെയായിരിക്കാം അത് തിരികെ വന്നില്ല. അപ്പോൾ അവർ US കോസ്റ്റ് ഗാർഡിനെ അറിയിച്ചു. അവർക്കും നാശം അന്വേഷിക്കാൻ തുടക്കം കുറിച്ചു. ഏകദേശം 4 ദിവസത്തിനു ശേഷം അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അന്നേരത്ത് സബ്മേഴ്സിബിൾ ഇതിനകം തകരാറിലായിരുന്നു. അവിടെ എന്താണ് ടൈറ്റനിന് സംഭവിച്ചത്? അതിശയകരമായി മെറൈൻ ടെക്നോളജി സൊസൈറ്റിയിലെ ആളുകൾ ഈ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തുകൊണ്ട്? സബ് കുറവുള്ള താളമുള്ള വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിച്ചത്. വാസ്തവത്തിൽ ടൈറ്റൻ കുറേ നാളായി വിവാദങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ടൈറ്റാനിക് എന്ന സിനിമയുടെ സംവിധായകനായ ജെയിംസ് കാമറൺ പറഞ്ഞു, ഒരു സബിന്റെ നാവിഗേഷൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങൾ ഒരേ സമയം തകരാറാകുന്നത് വളരെ അപൂർവമാണ്. വിവാഹമോചനമായ ഒരു കാര്യമാണ്. ടൈറ്റാനിക് ചിത്രീകരണത്തിന് മുമ്പ് കാമറൺ ഏകദേശം 30 തവണ സബ്മേഴ്സിബിൾ ഉപയോഗിച്ച് അവശിഷ്ട സ്ഥലത്ത് പോയിട്ടുണ്ട്. അതിനാലാണ് ടൈറ്റന്റെ അപ്രത്യക്ഷത സാധാരണമല്ലാത്തത്. അവിടെ ഈ സബിനോട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അത് മനസ്സിലാക്കാൻ ആദ്യം സബ്മേഴ്സിബിൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കണം. സബ്മറൈൻ ഒരു പ്രത്യേക തരം ജലവാഹനമാണ്. ഇത് സമുദ്രതലത്തിൽ നിന്നും ആഴത്തിലേക്കും ചലിക്കാൻ കഴിയുന്നവയാണ്. ഇത് മുൻഭാഗത്തും പിന്നിലും വലിയ ടാങ്കുകളുള്ളതാണ്. പമ്പുകൾ വഴി സമുദ്രജലം നിറയ്ക്കാനും ഒഴിക്കാനും കഴിയും. ടാങ്കുകൾ നിറഞ്ഞാൽ സബ്മറൈൻ വെള്ളത്തിൽ നിന്ന് കൂടുതൽ ഭാരമുള്ളതായി മാറുകയും മുങ്ങാൻ തുടങ്ങുകയും ചെയ്യും. മടങ്ങിപ്പൊങ്ങാൻ ടാങ്കുകൾ ഒഴിക്കപ്പെടുകയും അത് വെള്ളത്തേക്കാൾ എളുപ്പമാകുകയും ചെയ്യുന്നു. ഇതാണ് ഒരു സബ്മറൈൻ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നതിന് പിറകെ ലളിതമായ രഹസ്യം. നീർത്തിൽ ഒരു ബോട്ടിൽ വെച്ചാൽ അത് പൊങ്ങിത്തുടങ്ങും. പക്ഷേ നിങ്ങൾ അതിനെ അമർത്തുമ്പോൾ ബോട്ടിൽ മുങ്ങിത്തുടങ്ങും. അന്നേരം നിങ്ങൾ മാത്രമല്ല സമ്മർദ്ദം ചെലുത്തുന്നത്, ജലസമ്മർദ്ദവും അതിൽ തള്ളിയിരിക്കുന്നു. അതേ സമ്മർദ്ദം അതിയായി ഉയരുമ്പോൾ ബോട്ടിൽ സാവധാനം പൊട്ടിത്തുടങ്ങും. അതുപോലെ തന്നെയായിരിക്കാം ടൈറ്റനുമായി സംഭവിച്ചത്. പല സബ്മറീനുകളും ടൈറ്റാനിയം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജലസമ്മർദ്ദം പ്രതിരോധിക്കുന്ന അതിന്റെ ശക്തിയിലേക്ക് അറിയപ്പെടുന്ന ലോഹം. പക്ഷേ ടൈറ്റൻ ടൈറ്റാനിയം മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നില്ല. കാർബൺ ഫൈബറും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാമോ, കാർബൺ ഫൈബറും വളരെ ശക്തമാണ് അല്ലേ? അതെ, സംശയമില്ല, കാർബൺ ഫൈബർ ശക്തമാണ്. പക്ഷേ വെള്ളപ്പൊക്കം കാർബൺ ഫൈബറിനെ തള്ളുമ്പോൾ അത് പൂർണ്ണമായും തകരാറിലാകും. അത് അർത്ഥം ഈ വസ്തു ആഴത്തിലുള്ള കടൽ സമ്മർദ്ദം സഹിക്കാൻ കഴിയില്ല. ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ടൈറ്റൻ സബ്മറീനിന്റെ ചുറ്റും ജലസമ്മർദ്ദം ഉയർന്നപ്പോൾ അത് വെറും 0.2 സെക്കൻഡിൽ തകർന്നുപോയി. അത് നടക്കുന്ന നിമിഷം തന്നെ മുഴുവൻ സബ്മറീനും തകർന്നു. അകത്തുള്ള എല്ലാവരും ഒരേ സമയം മരിച്ചു. എന്തായാലും എല്ലാവരും ചോദിക്കുന്നത് ഇതാണ്, ടൈറ്റൻ ഇതുവരെ പലവട്ടം സമുദ്രതാഴ്വാരങ്ങളിൽ എത്തിയത് എങ്കിൽ ഈ സമയത്ത് എന്താണ് സംഭവിച്ചത്? എങ്ങനെ അത്ര പെട്ടെന്ന് തകർന്നുപോയി? സത്യമായി പറയാമെങ്കിൽ ആർക്കും യഥാർത്ഥത്തിൽ അറിയില്ല. അത് കാരണം ആ രഹസ്യം ടൈറ്റനിനൊപ്പം മുങ്ങി. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ടൈറ്റനുമായി എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ വെറും അനുമാനിക്കാമത്രേ. ടൈറ്റൻ ഏകദേശം 2009 മുതൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അത് ആവശ്യമായ നിലയിൽ പരിപാലനം ലഭിച്ചിരുന്നില്ലേ എന്ന് സാധ്യതയുണ്ട്. ഇതിനൊപ്പം കേൾക്കൂ, ഒരു സബിന്റെ ഒരു ഭാഗം പോലും ആഴത്തിലുള്ള വെള്ളത്തിൽ കേടുപാടുകൾ ഉണ്ടായാൽ അതിനെ തിരികെ കൊണ്ടുവരുന്നത് ഏകദേശം അസാധ്യമാണ്. അതുകൂടാതെ ആളുകൾ ഇതിനകം തന്നെ ടൈറ്റന്റെ രൂപകൽപ്പനയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ജെയിംസ് ക്യാമറൺ പ്രകാരം ടൈറ്റൻ സബിന്റെ രൂപവും നിർമ്മാണവും ഒരിക്കലും ശരിയാകാത്തത്. അത് നിർമ്മിച്ച വിധത്തിൽ
അത് എപ്പോഴും എന്തോ വലുതായി തെറ്റിപ്പോകാനുള്ള അപകടത്തിന് വിധേയമായിരുന്നു. ഒരു സാധ്യതയുള്ള ദുർബല സ്ഥാനമൊന്ന് വെള്ളം പമ്പ് സിസ്റ്റം. മറ്റു കാര്യവും ആഴത്തിലുള്ള വെള്ളത്തിനടിയിൽ ആ പമ്പ് തകരാറിലായിരിക്കാം. അതിന്റെ ഫലമായി സബ്മറീന്റെ ദുഃഖകരമായ അവസാനം സംഭവിച്ചു. പക്ഷേ സത്യം ഏതാണ് എങ്കിൽ ആ ദിവസം ടൈറ്റനുമായി സംഭവിച്ചത് ആരും ശരിക്കും അറിയില്ല. ഇത്തരത്തിലുള്ള യാത്രകൾക്ക് സാഹസ് വലിയ അപകടം ഉണ്ടാകും. അതുപോലെ അപായമുണ്ടായിട്ടും ചിലർ സഞ്ചാരത്തിന് ലക്ഷങ്ങൾ ചെലവഴിക്കാൻ സന്നദ്ധരാണ്. ഇപ്പോൾ ചോദ്യമാണ്, നിങ്ങൾ ഇത്തരമൊരു അപകടകരമായ യാത്രയ്ക്ക് പണം നൽകുമോ? താഴെ കമന്റുകളിൽ നിങ്ങളുടെ മറുപടി ഇടൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഭാവിയിലെ വീഡിയോകളെ നഷ്ടമാക്കാതിരിക്കാൻ ബെൽ ഐക്കൺ ടാപ്പ് ചെയ്യാനും കഴിയും. നമ്മുടെ ചാനലിലെ മറ്റു വീഡിയോകളും നോക്കൂ. നിങ്ങൾക്ക് നന്ദി.